ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് മസാല ദോശ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ ഡിന്നർ പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മസാല ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചു. അത് പുളിച്ച് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ഇട്ട ഒരു മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബീട്രൂട്ടും പൊട്ടാറ്റോയും ഒക്കെ ഇട്ട ഒരു മസാല. അപ്പോൾ ഇത് ചുമന്നിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കടുക് പൊട്ടിച്ചു. അതിനുശേഷം സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടത് ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ടാണ് പൊട്ടാറ്റോയും ബീട്രൂട്ടും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം അന്നേരം തന്നെ ഞാൻ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിന് കൂട്ടാനായിട്ട് ഞങ്ങളിവിടെ ഒരു റെഡ് കളർ ചട്നി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ അതും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ റെഡ് കളർ ചട്നിയും ഉണ്ടാക്കി. അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, മോനും ഹസ്ബൻഡിനും. അപ്പം അതും ഉണ്ടാക്കി. അപ്പം അത് ഓണിയൻ ഒന്ന് വഴറ്റുന്ന സമയം കൊണ്ട് ഞാൻ ബീട്രൂട്ടും പൊട്ടാറ്റോയും ഒക്കെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൊമാറ്റോയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ ഇതൊന്ന് കുറച്ച് വെന്തിട്ട് ഇട്ടാൽ മതി എന്നുള്ള ഇതിൽ ടൊമാറ്റോ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതൊരു ഫ്രോസൺ ടൊമാറ്റോ ആയിരുന്നു, ഫ്രിഡ്ജിനകത്തില്ലായിരുന്നു. പക്ഷേ ഫ്രീസറിനകത്തൊരു ടൊമാറ്റോ കിടപ്പുണ്ടായിരുന്നു, ഫ്രോസൺ ആക്കി വെച്ചത്. അപ്പോൾ അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മസാല റെഡിയാക്കിയെടുത്തു. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അതൊന്നുകൂടെ പെട്ടെന്ന് കുക്കായി വന്നേനുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ സത്യത്തിൽ ഞാൻ ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിത് മുഴുവനും കൂടെ ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കും. അപ്പോൾ നല്ലപോലെ വെന്തു. അപ്പം ബീട്രൂട്ടും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കുക്കറിനകത്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. ദോശമാവ് നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ മസാല ദോശ ചുട്ടെടുത്തു. അങ്ങനെ കൊച്ചു കൊച്ചു ദോശകളാണ്, വലിയ നീണ്ടി പരത്തിയ ദോശ ഒന്നും അല്ല ഉണ്ടാക്കിയത്. അപ്പം ഇതായിരുന്നു എൻ്റെ ഡിന്നർ. അപ്പം ഞാൻ ഡിന്നർ കഴിച്ചിട്ട് നേരത്തെ പോയി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.